പലതരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കണ്ടുവരാറുണ്ട്. ക്ഷമാപണം ചോദിച്ചുകൊണ്ടുള്ള വാചകങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വൻകിട കമ്പനികളുടെയും ബ്രാൻഡുകളുടെയും എല്ലാം ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിലാണ് ഇത്തരത്തിൽ ക്ഷമാപണ കത്തുകൾ കണ്ടു തുടങ്ങിയത്. എവിടെ നോക്കിയാലും ഈ അപ്പോളജി ലെറ്ററുകളാണ് കാണുന്നത്. ഇലക്ട്രോണിക്സ് കമ്പനികൾ, ഫുഡ് ബ്രാൻഡുകൾ തുടങ്ങി എല്ലാവരുടെയും മാർക്കറ്റിംഗ് തന്ത്രം ഇപ്പോൾ അപ്പോളജി ലെറ്ററാണ്. ഉപഭോക്താക്കൾക്കുണ്ടായ അസൗകര്യത്തിന് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ലെറ്റർ തുടങ്ങുന്നത്. ഒറ്റനോട്ടത്തിൽ ഇത് കാണുന്ന ആർക്കും അവർക്ക് അബദ്ധം പറ്റിയെന്ന് കരുതും. ഇങ്ങനെ പരസ്യമായി ക്ഷമാപണം നടത്തുന്നത് വായിച്ചു വരുമ്പോഴാണ് ട്വിസ്റ്റ് മനസ്സിലാവുന്നത്. നൽകുന്ന സേവനങ്ങൾ കൂടുതൽ നന്നായി പോയതിനാണ് ഈ ക്ഷമാപണമെന്ന് പിന്നീട് മനസ്സിലാവും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് ക്ഷമാപണ കത്തുകൾ കമ്പനികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത്. അപ്പോളജി ലെറ്ററിന്റെ തുടക്കം ഫിലിപ്പീൻസിൽ നിന്നാണ്. സ്കോഡ, റിലയൻസ് ഡിജിറ്റൽ, അദാനി അംബുജ സിമന്റ് തുടങ്ങി നിരവധി കമ്പനികൾ രസകരമായ അപ്പോളജി ലെറ്ററുകൾ പങ്കുവച്ചിരുന്നു. സിമന്റ് ഉപയോഗിച്ചിരുന്ന ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ചുമരുകളിൽ ആണികൾ തറയ്ക്കാൻ സാധിക്കുന്നില്ലെന്നും അത്രയ്ക്ക് ഗുണമേന്മയുള്ള സിമന്റാണ് ഞങ്ങളുടേതെന്നുമാണ് അംബുജ സിമന്റ് അപ്പോളജി ലെറ്ററിൽ പങ്കുവെക്കുന്നത്. പല കമ്പനികളും അവരുടെ ലെറ്റർ പാഡിലാണ് പോസ്റ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒഫീഷ്യൽ പ്രസ്താവന എന്ന് തോന്നിക്കാനായി കടുകട്ടി ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ലുലു കണക്റ്റും കൊച്ചി മെട്രോയും വണ്ടർലയും വരെ ഇപ്പോൾ ട്രെൻഡിനൊപ്പമാണ്. ഒഫീഷ്യൽ അപ്പോളജി സ്റ്റേറ്റ്മെന്റ് ഹാഷ്ടാഗിൽ മലയാളം കമന്റുകളുമുണ്ട്. അപ്പോളജി ലെറ്റർ അല്ല, അപ്പോളജി അഡ്വർടൈസ്മെന്റ് ആണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ട്രെൻഡിന് നല്ല പ്രചാരം ലഭിച്ചെങ്കിലും ശല്യമാണെന്ന് പറയുന്നവരും കുറവല്ല. ഗുണമേന്മയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളുടെ താഴെ ഗുണനിലവാരം കുറവെന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും അപ്പോളജി ലെറ്റർ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്.